രാഷ്ട്രീയ ഡോക്ടർ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്ന വിഷയത്തിനെക്കുറിച്ച് വരുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു രണ്ട് വീഡിയോ ഞാൻ ഇതിനകത്ത് ഒന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, രണ്ട് വീഡിയോയുടെ ചെറിയൊരു ക്ലിപ്പിംഗ്സ് പോലുള്ളത് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട്, അതായത് ഇവിടെ നമ്മുടെ പഴയ സംവിധായകർ അല്ലെങ്കിൽ തിരക്കഥാകൃത്തുകളായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ പ്രസിദ്ധീകരണങ്ങളിൽ എന്തെങ്കിലും ലേഖനങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരുന്ന ആൾക്കാർ പിന്നീട് ഇപ്പോൾ അതിനകത്ത് അവസരങ്ങളൊന്നും ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് ഏതെങ്കിലുമൊക്കെ യൂട്യൂബ് ചാനലുകൾ തുടങ്ങുകയും അതിനകത്തിരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുകയും അതിനെയൊക്കെ ഏറ്റുപിടിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്തരത്തിലുള്ളൊരു വീഡിയോ ഞാൻ ഒന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ശാന്തിവിള ദിനേശ് മമ്മൂക്കയും സുരേഷ് ചേട്ടനും തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ വടക്കൻ വീരകഥ മുതൽ തുടങ്ങി എന്ന് പറഞ്ഞ്, അപ്പോൾ ഞാൻ അതിനൊരു വീഡിയോയും ചെയ്ത്, അത് വടക്കൻ വീരകഥ മുതലല്ല, ലങ്ക സിനിമ മുതലാണ്. അത് വടക്കൻ വീരകഥയ്ക്കും 89 വന്ന വടക്കൻ വീരകഥയ്ക്കും 93 ഏകലവ്യനും ഒക്കെ പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വന്ന ലങ്ക മുതലാണ് എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന് എന്തെങ്കിലും പറയുന്നത് ഇപ്പോഴത്തെ പുതുതലമുറയിൽപ്പെട്ട കുറേ ആൾക്കാർ ഇത് വിശ്വസിക്കും. അതുകൊണ്ടാണ് ഞാൻ അന്ന് അങ്ങനത്തെ വീഡിയോ ചെയ്തത്. ഇന്നിപ്പം പെല്ലിശ്ശേരി ഇരുന്നുകൊണ്ട് പറയുന്നത്, പെല്ലിശ്ശേരിയും ഈ ശാന്തിവിള ദിനേശും ഒക്കെ സംസാരിക്കുന്ന കാര്യങ്ങൾക്കകത്തൊരു പ്രസക്തി ഉണ്ടെന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. കാര്യം അവർ ഇത്ര ആധികാരികമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ ഒരു സ്റ്റൈലൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഇവർ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നതെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇപ്പം ഈ പല്ലിശ്ശേരിയുടെ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായി. കാര്യം പല്ലിശ്ശേരിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ പയ്യമ്പള്ളി ചന്തു എന്ന് പറയുന്ന സിനിമ നടക്കാത്തത് എന്തുകൊണ്ടാണ്. അപ്പോൾ ആദ്യം പല്ലിശ്ശേരി പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഈ സിനിമ MTയുടെ കുറേ സിനിമകളിൽ മോഹൻലാൽ അഭിനയിച്ച് തകർത്തിട്ടുണ്ടെങ്കിലും ഈ വടക്കൻ വീരഗാഥയിൽ മോഹൻലാലിനെ ഉൾപ്പെടുത്താൻ കഴിയാത്തതിനൊരു വിഷമമുണ്ട്. അപ്പോൾ ഈ പയ്യമ്പള്ളി ചന്തു ആകുമ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും വരും. മോഹൻലാലിന് തച്ചോളി ഉദയനൻ്റെ റോൾ കൊടുക്കാം, മമ്മൂട്ടിക്ക് പയ്യമ്പള്ളി ചന്തുവിൻ്റെ റോൾ കൊടുക്കാം. രണ്ടും പവർഫുൾ റോളുകളാണ്. അത് എഴുതുന്ന MT ആണല്ലോ. MT എഴുതുമ്പോൾ പിന്നെ അതിനെ പ്രത്യേകിച്ച് പറയാനില്ലല്ലോ. അപ്പോൾ അതങ്ങനെ വന്നപ്പോൾ ചിലരൊക്കെ ഈ സിനിമാരംഗമാണല്ലോ, സിനിമാരംഗത്ത് ഇങ്ങനെ പിരിമുറുക്കുക, അന്ധവിശ്വാസം ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ നിസ്സാര കാര്യങ്ങളാണത്. അപ്പോൾ ഇതിൻ്റെ ചർച്ച അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹരിഹരനും MT ഇതിൻ്റെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയി. ഇതിൻ്റെ പ്രൊഡ്യൂസറെ കണ്ടോ, ഈ പടം പയ്യമ്പള്ളി ചന്തു എന്നുള്ള ടൈറ്റിൽ പോലും പരസ്യമാക്കി എല്ലാം വന്നിരിക്കുകയാണത്. അപ്പോഴാണ് ഒരു ചില ഭാഗത്തു നിന്ന് മമ്മൂട്ടിക്ക് ചില ഉപദേശങ്ങൾ വരുന്നു. മമ്മൂട്ടി വെറുതെ ഈ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട്, മറ്റത് പിന്നെ സുരേഷ് ഗോപി ആയതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല, പക്ഷെ ഇതിൽ വരുമ്പോൾ ഉദയനായിട്ട് അഭിനയിക്കുന്ന മോഹൻലാൽ ശരിക്കും സ്കോർ ചെയ്യും, തുല്യ പ്രാധാന്യം സ്കോർ ചെയ്തിരിക്കും. അത് നിങ്ങൾക്കൊരു ഡാമേജ് ആയിരിക്കും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ ഈ വടക്കൻ വീരഗാഥയ്ക്ക് ശേഷം അടുത്ത പടത്തിന് ഇങ്ങനത്തെ പടം വേർത്തിയോ MTക്കാണെങ്കിൽ സബ്ജക്റ്റിനൊന്നും ഒരു കുഴപ്പമില്ല. ഏത് പുതിയ സബ്ജക്റ്റ് വേണമെങ്കിൽ എഴുതാൻ പറ്റും. അടുത്തതും ഒരു വടക്കൻ പാട്ടിൽ നിന്ന് എടുക്കാന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ലാഗ് ചെയ്യണ പോലെ ആവില്ലേ എന്നൊക്കെ സംസാരിച്ചപ്പോൾ മമ്മൂട്ടിക്ക് ഒരു ഇങ്ങനെ മിന്നി ശരിയല്ലേ പറഞ്ഞത്. പക്ഷെ ഹരിഹരനോട് മമ്മൂട്ടി പറഞ്ഞില്ല. എന്താ പറയുക, ഹരിഹരനോട് പറഞ്ഞാൽ കാര്യമില്ല എന്ന് മനസ്സിലായി. കാര്യം ഇത്തിരി സ്വാതന്ത്ര്യത്തോടെ എന്തെങ്കിലും പറയാൻ പറ്റുന്നത് MTയോട് തന്നെ ആയിരിക്കാം. അങ്ങനെ MTയുടെ അടുത്ത് ഇങ്ങനെ ഒരേ കാര്യങ്ങൾ പറഞ്ഞു, സിനിമയെക്കുറിച്ച് പറഞ്ഞു, പുതിയ കഥകളെക്കുറിച്ച് പറഞ്ഞു. അപ്പോഴും പറഞ്ഞത് ഒരു കാര്യമുണ്ട്, ഭീമനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ഭീമനെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ എന്നെങ്കിലും ഭീമൻ എന്നുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കണം. അവതരിപ്പിക്കണം വേറെ കാര്യമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഭീമൻ എന്നുള്ള കഥാപാത്രത്തെ നാടകരൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന് മോഹൻലാൽ വേറെ അഭിനയിച്ചെങ്കിലും MTയുടെ കഥാപാത്രത്തെ തന്നെ അവതരിപ്പിച്ചു. മനോരമയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അത് MTക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. മമ്മൂട്ടിയെ പരസ്യമായി കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീ എവിടെ ചെന്നാലും നന്നായിരിക്കും, തൊട്ടതൊക്കെ പൊന്നാക്കും എന്നില്ല സംസാരിച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ മമ്മൂട്ടി പറഞ്ഞു വെച്ചാൽ, അതല്ല, ഈ വടക്കൻ വീരഗാഥ ചെയ്തിട്ട് നമ്മൾ അടുത്ത പടവും നമ്മൾ ഈ വടക്കൻ പാട്ടിനെ കുറിച്ച് ചിന്തിക്കുന്നത് ശരിയാവുമോ, അതൊരു ആവർത്തനം പോലെ തോന്നില്ലേ എന്ന രീതിയിൽ, അതായത് MTക്ക് ദേഷ്യമോ കോപമോ ഒന്നും വരാത്ത രീതിയിൽ വളരെ മയപ്പെടുത്തി മമ്മൂട്ടി സംസാരിച്ചു എന്നാണ് പറയുന്നത്. അതൊരു സന്തോഷകരമായിട്ട് അഭിപ്രായമെന്നാണ് നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ MT ആലോചിച്ചു, അത് ശരിയാണ്, ഞാനും അതിനെക്കുറിച്ച് ആലോചിച്ചു. ഇപ്പോൾ മമ്മൂട്ടി പറഞ്ഞതിന് മുമ്പ് തന്നെ ഞാൻ അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഹരനായിട്ടും കൂടി ഒന്നും സംസാരിക്കട്ടെ. അങ്ങനെ സംസാരിച്ച് പറഞ്ഞു, നമുക്കെന്താ ഇത് മാറ്റി വയ്ക്കാം. ഇത് മാറ്റി വയ്ക്കുമ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട്. ഇത് മാറ്റി വയ്ക്കും, എൻ്റെ മനസ്സിലുള്ളൊരു കഥാപാത്രം കേരളവർമ്മ പഴശ്ശിരാജയെക്കുറിച്ചൊരു സിനിമ ചെയ്യാന്നുള്ളതാണ്. അത് വേറൊരു ചരിത്ര സംഭവമാണത്. അങ്ങനെയാണ് ഈ പയ്യമ്പള്ളി ചന്തു മാറ്റി വെച്ചുകൊണ്ട് കേരളവർമ്മ പഴശ്ശിരാജ എന്നുള്ള സിനിമ
MT ഹരിഹരൻ, മമ്മൂട്ടി എല്ലാം ചേർന്നുണ്ടാക്കിയത്. ഇതിനകത്ത് ഇപ്പോൾ പല്ലിശ്ശേരി പറയുന്ന ഇത് നമ്മളിപ്പോൾ കേട്ട ഈ ആദ്യത്തെ വീഡിയോ, ഇനി രണ്ടാമത് ഒരെണ്ണം കൂടെ നമുക്ക് പ്ലേ ചെയ്യാം. അതിന് മുമ്പ് നമ്മുടെ ആദ്യത്തെ വീഡിയോയ്ക്കകത്ത് പല്ലിശ്ശേരി പറയുന്ന ഈ സിനിമ നടക്കാതെ പോയത് മമ്മൂക്കയുടെ ഒരു സംശയമാണ്. അതായത് മമ്മൂക്ക പയ്യമ്പള്ളി ചന്തുവായിട്ടും ലാലേട്ടൻ തച്ചോളി ഉദയനായിട്ട് വരുമ്പോൾ ഉള്ള പെർഫോമൻസിൻ്റെ പ്രശ്നം കൊണ്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാസ്തവമുണ്ട്. ഇന്ത്യൻ സിനിമയിൽ വടക്കൻ പാട്ടുകളിലെ കഥാപാത്രത്തിനകത്ത് മമ്മൂക്കയെ വെല്ലാൻ ഇനി ഒരു നടൻ ജനിച്ചു വരണമെന്നുള്ളത് നമുക്കറിയാം. ഇന്ത്യൻ സിനിമയിലല്ല, ലോക സിനിമ എവിടെ എടുത്താലും ശരി. കാര്യം ഇതിനകത്ത് ലാലേട്ടൻ്റെ ആരാധകരോ മറ്റാരുടെ ഫാൻസുകാരോ ചുമ്മാതെ കിടന്ന് പറയാവുന്ന, അതിപ്പം അത് ചെയ്ത് ആ ബഹളം വെക്കാവുന്നുള്ളതല്ലാതെ മമ്മൂക്കയുടെ 7 അയലത്ത് പോലും വരാൻ ഒരു നായകനെ കൊണ്ട് ഒരു നടനെ കൊണ്ടും സാധിക്കുന്നതല്ല. ഇതെല്ലാവരും അറിയാം. എന്നാലും ശരി, ഇതിപ്പോൾ ഞാനിത് പറയണ്ട, ഇതെന്താണ് സത്യത്തിൽ പയ്യമ്പള്ളി ചന്തു നടക്കാത്തതെന്നുള്ളത് നമുക്ക് രണ്ടാമത് മറ്റൊരു വീഡിയോ, ഈ ഒരു വീഡിയോയിലൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. നമുക്കൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ പയ്യമ്പള്ളി ചന്തു എന്ന് പറയുന്ന കഥാപാത്രം അവതരിപ്പിക്കണമെന്നും അതൊരു തിരക്കഥയായി വരണമെന്നൊക്കെ നമുക്ക് ഒരുപാട് ആഗ്രഹിച്ചതാണ്. ഇപ്പോഴും അത് അങ്ങനെ ഞാൻ ആഗ്രഹങ്ങളില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. പയ്യമ്പള്ളി ചന്തു ഞങ്ങൾ സംസാരിച്ചാണ്, പക്ഷേ അദ്ദേഹത്തിന് അതിനോട് അധികം ഒരു അഭിമുഖ്യമില്ല. കാരണം അതിൻ്റെ അവസാനം വീണ്ടും രാജവംശത്തെ പുനഃസ്ഥാപിക്കാനാണ് കഥാനായകൻ്റെ ശ്രമം. അതിനോട് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്കെതിരായതുകൊണ്ട് അതിന് അദ്ദേഹം വളരെ വിമുഖനാണ്. അതുകൊണ്ടാണ് അത് ഇപ്പോൾ തൽക്കാലത്തേക്ക് സംഭവിക്കാതിരിക്കുന്നത്. വീണ്ടും രാജവംശം വരുന്നു അല്ലെങ്കിൽ വീണ്ടും രാജവംശം പുനഃസ്ഥാപിക്കപ്പെടുന്നുവെന്ന് അദ്ദേഹത്തിന് എഴുതാൻ പോലും മനസ്സില്ല. അത് തന്നെ. ഇപ്പം ഈ വീഡിയോ കണ്ടു നോക്കിയപ്പം മനസ്സിലാവുന്നുണ്ടല്ലോ. കാര്യം ഇവിടെ മമ്മൂക്ക ഇരിപ്പുണ്ട്, സാക്ഷാൽ MT വാസുദേവൻ നായർ ഇരിപ്പുണ്ട്, ലാലേട്ടൻ ഇരിപ്പുണ്ട്, സിദ്ദിഖ് ഇരിപ്പുണ്ട്. ഇവർ ഇത്രയും പേര് ഇരിപ്പുണ്ട്. മനോരമ സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമായിരുന്നു ഇത്. ഇതിനകത്ത് മമ്മൂക്ക തന്നെ പറയുന്നുണ്ട് പയ്യമ്പള്ളി ചന്തു നടക്കാതെ പോയത് എന്താണെന്ന് വെച്ചാൽ രാജവംശത്തിനെ വീണ്ടും, അതായത് പുനഃസ്ഥാപിക്കുന്നതിനകത്ത് MT വാസുദേവൻ നായർക്ക് താല്പര്യമില്ല. അദ്ദേഹത്തിന് അത് സങ്കല്പിക്കാനോ ചിന്തിക്കാനോ പോലും സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഈ പറയുന്ന കണക്ക് പയ്യമ്പള്ളി ചന്തുവിൻ്റെ ഒരു തിരക്കഥയിലേക്ക് അദ്ദേഹം കടക്കാത്തതും അത്തരത്തിലുള്ള ഒരു സിനിമ സംഭവിക്കാത്തതും എന്ന് MT വാസുദേവൻ നായരെ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് മമ്മൂട്ടി. അപ്പോൾ ഇത് വാസ്തവമായിരിക്കെ എന്താണ് ഈ പല്ലിശ്ശേരി അദ്ദേഹത്തിൻ്റെ ചാനലിൽ കൂടെ പറയുന്നത്? അപ്പോൾ ഇത് കേൾക്കുന്ന ലാലേട്ടൻ ഫാൻസ് ഏറ്റുപിടിച്ചുകൊണ്ട് നടക്കും കുറേ നാൾ. പണ്ട് ഒരു ഡയറക്ടർ ഇരിപ്പുണ്ടായിരുന്നു, മുൻകാലങ്ങളിൽ ഹിറ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സാജൻ. ഇപ്പോൾ സിനിമയിൽ അവസരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ പണ്ട് ഗീതം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ലാലേട്ടൻ്റെ എന്തോ ഒരു ഇത് വിഷ്വൽ സീൻ വെട്ടിമാറ്റണം അല്ലെങ്കിൽ ഉൾപ്പെടുത്തരുതെന്നങ്ങാണ്ട മമ്മൂക്ക പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട്. കാര്യം അതിനകത്ത് ലാലേട്ടൻ ഒന്നുമില്ല. ഗീതം സിനിമയ്ക്കകത്ത് ലാലേട്ടൻ എന്തായിരിക്കുന്നത്? ലാലേട്ടനെ എന്ത് പെർഫോം ചെയ്യാൻ? അങ്ങനെ പെർഫോം ചെയ്യുന്ന ഒരു ക്യാരക്ടർ അല്ല ലാലേട്ടൻ്റെ ക്യാരക്ടർ. പിന്നെ ഏതോ ഒരു സീൻ വെട്ടിമാറ്റാനെന്ന് പകരം ഈ സാജനെ പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ പെല്ലിശ്ശേരിയെ പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ശാന്തിവിള ദിനേശനെ പോലുള്ള ആൾക്കാർ, ഇവരുടെ ധൈര്യം എന്താണെന്ന് വെച്ചാൽ എന്തു പറഞ്ഞാലും മമ്മൂക്കിനകത്ത് പ്രതികരിക്കത്തില്ലെന്നുള്ളതാണ്. അപ്പോൾ ഈ സാജൻ്റെ സംഭാഷണം ഏറ്റുപിടിച്ചുകൊണ്ട് പല ആൾക്കാരും ഓടി നടക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനുമായിട്ട് സംസാരിച്ചപ്പോൾ എൻ്റെ ഒരു സുഹൃത്തും ഈ സാജൻ പറഞ്ഞതിനെക്കുറിച്ച് എടുത്തു പറയുന്നത് കേട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സാജൻ പറയുന്നതും ഈ പല്ലിശ്ശേരി പറയുന്നതും ഈ ശാന്തിവിള ദിനേശ് പറയുന്നതും എന്തിനാണ് ഇപ്പോൾ വിളിച്ചു പറയുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാര്യം ഇവർക്ക് ആർക്കും കാര്യമായിട്ടുള്ള അവസരങ്ങൾ ഒരിടത്തുമില്ല. പിന്നെ ഇവർക്ക് ആകെ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ യൂട്യൂബ് ചാനലുകളിൽ വന്നിരുന്നിട്ട് മമ്മൂക്ക സുരേഷ് ഏട്ടനുമായിട്ട് പിണങ്ങിയതും മമ്മൂക്ക പയ്യമ്പള്ളി ചന്തു നടത്താത്തതിൻ്റെയും മമ്മൂക്ക ഗീതം സിനിമയ്ക്കകത്ത് ലാലേട്ടൻ്റെ സീൻ മാറ്റാൻ വേണ്ടി പറഞ്ഞു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് എങ്ങനെങ്കിലും കുറച്ച് വ്യൂസ് ഒന്ന് കൂട്ടിയ. കാര്യം മമ്മൂക്ക ഈ പറഞ്ഞ കണക്ക് മമ്മൂക്ക ഇനി ആരെങ്കിലും മുമ്പിൽ ചെന്ന് നിന്ന് ചീത്ത വിളിച്ചാൽ പോലും ആ മനുഷ്യൻ പ്രതികരിക്കത്തില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് മാത്രം ഈ പറഞ്ഞ കണക്ക് മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് തെറ്റിദ്ധാരണാപരമായിട്ടുള്ള കാര്യങ്ങളുടെ വെച്ച് ആഘോഷിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്ന ലാലേട്ടൻ ഫാൻസിൻ്റെ ഒരു ബോധ്യത്തിന് വേണ്ടിയിട്ട് ഈ മുൻപ് ശാന്തിവിള ദിനേശൻ്റെ വീഡിയോയും ഇപ്പോൾ ഈ പെല്ലിശ്ശേരിയുടെ വീഡിയോയും നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. താങ്ക് യു.